റാപ്പിഡായ ചോദ്യങ്ങൾക്ക് ഫയറായ മറുപടികൾ വേണമല്ലേ? ഉത്തരങ്ങളുമായി പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടി തയ്യാറാണ്. കാണാം റോൾ ക്യാമറ ഇലക്ഷൻ. യെസ്, അപ്പോൾ റോൾ ക്യാമറ ഇലക്ഷനിൽ റാപ്പിഡ് ഫയർ റൗണ്ടിൽ ഇന്ന് നമുക്കൊപ്പമുള്ളത് രമേശ് പിഷാരടിയാണ്. പാലക്കാട്ടെ കോൺഗ്രസിന്റെ UDF സ്ഥാനാർത്ഥിയാണ്. റാപ്പിഡ് ഫയർ തുടങ്ങിക്കോളൂ. ഫസ്റ്റ് ചോദ്യം, പാലക്കാട് കോൺഗ്രസിന്റെ മുഖ്യ എതിരാളി ആരാണ്? BJP. രാഷ്ട്രീയത്തിൽ ഏറ്റവും വിശ്വസ്തനായ സുഹൃത്താരാണ്? ഒരാളുടെ പേര് പറയുക ബുദ്ധിമുട്ടായിരിക്കും. ഒന്നിലധികമുണ്ട്. MLA ആയാൽ ആദ്യം ചെയ്യുന്ന കാര്യം? സത്യപ്രതിജ്ഞ. കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ നടൻ? രമേശ് പിഷാരടി. രാഷ്ട്രീയത്തിൽ നിന്ന് സിനിമയിലേക്ക് വന്നാൽ കൊള്ളാം എന്ന് തോന്നുന്ന ഒരാള്? ഞാൻ എല്ലാവരും അങ്ങനെ വ്യക്തിപരമായിട്ട് പരിചയപ്പെട്ട് വരുന്നല്ലേ ഉള്ളൂ. അതിനും ഒരുപാട് പേരുണ്ട്. ഒരു 2020 പിടിക്കേണ്ടി വരും. സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് ഇനി ഒരാൾ വന്നാൽ കൊള്ളാം, ഇയാൾ തകർക്കും എന്ന് തോന്നുന്നൊരു നല്ലൊരു സിനിമാ താരം? ആർക്ക് വേണമെങ്കിലും വരാം. ആർക്കും വരാം. യെസ്. ഡയറക്ടർ പിഷാരടി, ആക്ടർ പിഷാരടി, MLA പിഷാരടി, ഇതിൽ ഏതാണ് ഒരൊറ്റ ഒന്ന് തിരഞ്ഞെടുക്കണം? രമേശ് പിഷാരടി. ഒരു വാല് തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ? അത് ഞാനല്ല തിരഞ്ഞെടുക്കുന്നത്, ജനങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത്. ഞാൻ എല്ലാത്തിലും ഇങ്ങനെ നിൽക്കുകയാണല്ലോ. അവിടെ പോയപ്പോൾ അതോക്കെ, ഇവിടെ പോയതും അങ്ങനെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഡയറക്ടറായും ആക്ടറായും ജനങ്ങൾ അംഗീകരിച്ച് കഴിഞ്ഞു. ഇനി MLA അംഗീകരിക്കണം. അതെ. പാലക്കാട് അല്ലെങ്കിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു മണ്ഡലം ഏതാണ്? ഏത് മണ്ഡലത്തിലും പ്രശ്നങ്ങളൊന്നുമില്ല. പാർട്ടി പറഞ്ഞു നിൽക്കുന്നു, അത്രേ. ശരി, അപ്പൊ കേരള നിയമസഭയിൽ മലയാള സിനിമാ താരങ്ങളെല്ലാം ഒരുമിച്ച് എത്തുന്നു എന്ന് വിചാരിക്കുക. അപ്പോ ആരാവും മുഖ്യമന്ത്രി? രമേശ് പിഷാരടി. ആഭ്യന്തരമന്ത്രി നമുക്ക് ടോവിനോയ്ക്ക് കൊടുത്തേക്കാം. ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടെങ്കിലോ? മഞ്ജു വാര്യർ ആയിക്കോട്ടെ. ആരോഗ്യമന്ത്രി. ആരോഗ്യത്തെ പറ്റി സ്ഥിരം ചിന്തിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നവരാണ്. അത് ഉണ്ണി മൂന്നിന് കൊടുത്തേക്കാം. ജീവിതത്തിൽ എടുത്ത ഏറ്റവും ധീരമായ ഒരു തീരുമാനം? ഇനി പേടിക്കൂല എന്നുള്ളത്. KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, VD സതീശൻ, ഇവരിൽ ഏറ്റവും അടുപ്പമുള്ളത്? എല്ലാവരും കേട്ടോ ഒരു അടുപ്പം. ഞാൻ അങ്ങനെ അടുപ്പമല്ലല്ലോ. അത് സൗഹൃദം എന്നൊക്കെ പറയുന്ന വാക്കിട്ട് വിളിക്കാവുന്ന ഒരു ബന്ധമല്ലല്ലോ. അവരോടൊക്കെ ഒരു ബഹുമാനത്തിലുള്ള കാര്യങ്ങളല്ലേ ഉള്ളത്. ഇതുവരെ ഉള്ളതിൽ ഏറ്റവും മികച്ച മുഖ്യമന്ത്രി ആരായിരുന്നു? എനിക്ക് നല്ല ഓർമ്മയുള്ള സമയത്തിൽ എനിക്ക് ഉമ്മൻചാണ്ടി സാറിനെ തന്നെയാണ് ഏറ്റവും ഇഷ്ടം. ഏറ്റവും മികച്ച പ്രതിപക്ഷ നേതാവായി തോന്നിയത് ആരെയാണ്? അതും ഉമ്മൻചാണ്ടി സാർ തന്നെയാണ്. സിനിമയ്ക്കകത്ത് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയം സംസാരിക്കുന്ന ആരോടാണ്? എനിക്ക് അവസരം കിട്ടിയിട്ടുള്ളത് മമ്മൂക്കയോട് സംസാരിക്കാനാണ്. രമേശ് പിഷാരടിയുടെ ഏറ്റവും 2 നല്ല ഗുണങ്ങൾ പറയാൻ പറഞ്ഞാൽ? ദോഷമില്ല എന്നുള്ളതാണ് 2 നല്ല ഗുണങ്ങൾ. രമേശ് പിഷാരടി ഒരു ശക്തനായ സ്ഥാനാർത്ഥി അല്ല എന്ന് ആരെങ്കിലും വിമർശിക്കുന്നുണ്ടെങ്കിൽ അവർക്കുള്ള ശക്തമായ മറുപടി റിസൾട്ട്. അപ്പോൾ UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയാണ് റാപ്പിഡ് ഫയറിൽ ചേർന്നത്. മറ്റൊരു സ്ഥാനാർത്ഥിയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. റോൾ ക്യാമറ ഇലക്ഷൻ.